ഞാനിപ്പോൾ എവിടെ ഉള്ളതെന്നറിയോ? ഭയങ്കര തണുപ്പ് കേട്ടോ. ഇത് പാലക്കാട് ജില്ലയിലാണ്, പക്ഷേ നെല്ലിയാമ്പതി അല്ല. അത് ബാക്ക് നോക്ക്, ഹെവി അല്ലേ? ഏതാ സ്ഥലം നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? സംഭവം വേറെ ഒന്നുമല്ല. സൗണ്ട് എത്രത്തോളം ക്ലിയർ ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല കേട്ടോ. ഭയങ്കര കാറ്റാണ്, ഹെവി കാറ്റാണ്. അപ്പോൾ സ്ഥലം എവിടെയെന്ന് വെച്ചാൽ അട്ടപ്പാടിയാണ്. നോക്കിയൊക്കെ എന്താ ഒരു വൈബ് നോക്ക്. അത് എന്നോടൊപ്പം ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലെ പോയിട്ട് ഞാൻ സ്ഥലം നിങ്ങളോട് പറയുന്നില്ല എന്നാണ് വിചാരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ വളരെ നാച്ചുറലാണ്. അധികം ആളുകളൊന്നും ഇവിടേക്ക് എത്തിപ്പെട്ടിട്ടില്ല. കാരണം അട്ടപ്പാടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നരസിംഹ ഉള്ള സ്ഥലങ്ങൾ, അങ്ങനെ ആസ് യൂഷ്വൽ ആളുകൾ പോകുന്ന സ്ഥലങ്ങളൊക്കെയാണ് ആളുകൾ വന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇതൊരു അട്ടപ്പാടിൻ്റെ ഒരു ഹിഡൻ ഏരിയ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു സ്ഥലം ഞാൻ വീഡിയോൻ്റെ അവസാന ഭാഗത്ത് പറയട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ ഒരു സ്ഥലത്തേക്ക് എത്തേണ്ടത് ഏകദേശം ഒരു 3 മണി 4 മണി ആ സമയത്തൊക്കെയാണ് ഈ ഒരു സ്ഥലത്തേക്ക് എത്തുന്നത്. ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെ അട്ടപ്പാടിയുടെ അത്യാവശ്യം ഏരിയ എല്ലാം കവർ ചെയ്തുകൊണ്ട് ഒരു ദിവസം അട്ടപ്പാടി കറങ്ങുക എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നാച്ചുറലായിട്ട് കീപ്പ് ചെയ്ത് പോകുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ നമ്മൾ മൂന്നാറ് വാഗമണ്ണോ ഒന്നുമല്ല കേട്ടോ, അതിനേക്കാളും മേലാണ്. അപ്പോൾ എൻ്റെ ഒരു അത്ഭുതം എന്താ അറിയോ, നമ്മൾ ഇടുക്കിയായാലും വയനാടിനെയൊക്കെ ടൂറിസം ഭയങ്കരമായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിനെ പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ പ്രൊമോട്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ടോ? నా గుండెని మొత్తం తవ్వి తవ్వి చందనమంతా చల్లగా దోచావే. നമ്മളോടൊപ്പം കഴിഞ്ഞ വീഡിയോയിൽ കണ്ടായിരുന്ന റിയാസ് ഉണ്ട്. റിയാസ് എന്താ പറയാനുള്ളത്? നടന്നുകൊണ്ട് പൊടി വൈബാണ്. അതായത് നമ്മൾ വാഗമണ്ണ് പോയപ്പോൾ റിയാസിന് വാഗമണ്ണ് പോയിട്ടില്ലേ? വാഗമണ്ണാണ് ഈ ഒരു ക്ലൈമറ്റ് ആണ്. ഇവിടെ തന്നെ അല്ല, ഇത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഞാൻ ചേർന്നൊന്ന് പറയണം. അല്ല, ഇത് മഴക്കാലമല്ല, പാലക്കാട്ടുകാർ എന്ന രീതിയിൽ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മഴക്കാലമൊന്നുമില്ല കേട്ടോ. കാരണം ഇവിടെ പാലക്കാട് ജില്ലയിലെ കേരളത്തിൽ മഴ പെയ്തിട്ട് ഏകദേശം 20 ദിവസത്തോളമായി. എന്നാലും നോക്കിയത് അട്ടപ്പാടി കറങ്ങാൻ വരുന്നവരോട് എനിക്ക് പറയാനുള്ളത്, വളരെ നേരത്തെ തന്നെ അട്ടപ്പാടി കയറുക. അത് മണ്ണാർക്കാടുന്ന് ചുരം കയറി നീങ്ങുക. അപ്പോൾ തന്നെ അത്യാവശ്യം മൃഗങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് ആ ഒരു മോർണിംഗ് ആസ്വദിച്ചുകൊണ്ട് നമുക്ക് അട്ടപ്പാടിയുടെ മുകളിലേക്ക് എത്താനായിട്ട് പറ്റും. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, അട്ടപ്പാടിയിലെ ഏറ്റവും ഒരു മലയാളി കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും സൈലൻറ്റ് വാലി തന്നെയാണ്. അപ്പോൾ സൈലൻറ്റ് വാലി നാഷണൽ പാർക്കിലേക്ക് ഒരു ടിക്കറ്റ് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, സൈലൻറ്റ് വാലി നാഷണൽ പാർക്കിലേക്ക് കയറുക. വളരെ മനോഹരമായിട്ടുള്ള സൈലൻറ്റ് വാലി എന്ന വാക്കുകൊണ്ട് തന്നെ അറിയാമല്ലോ, വളരെ നിശബ്ദമായിട്ടുള്ള ഒരു താഴ്വര. ആ താഴ്വരയിലേക്ക് ഒരു ട്രെക്കിംഗ് ആണ് അട്ടപ്പാടിയിലെ ഹൈലൈറ്റ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്ന്. അപ്പോൾ അങ്ങോട്ട് ടിക്കറ്റ് എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. രാവിലെ തന്നെ ഫസ്റ്റുള്ള ഒരു ജീപ്പിൽ ട്രക്ക് ചെയ്തുകൊണ്ട് സൈലൻറ്റ് വാലിയിലേക്ക് ഒരു രക്ഷയുമില്ല എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു സംഖ്യക്ക് നിങ്ങൾക്ക് ട്രക്ക് ചെയ്തിട്ട് ഒരു 4-5 പേരടങ്ങുന്ന ഒരു സംഘത്തിന് സൈലൻറ്റ് വാലിയിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ നമ്മളോടൊപ്പം ജീപ്പിൻ്റെ ഡ്രൈവറായിട്ട് വരുന്ന ആൾ ടൂറിസ്റ്റ് ഗൈഡ് കൂടെ ആയിരിക്കും. അപ്പോൾ ഒരുപാട് ഈ സൈലൻറ്റ് വാലിയെക്കുറിച്ചുള്ള ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ ഈ ഒരു ട്രക്കിംഗ് എന്ന് പറയുന്നത് വേറെ ലെവൽ ട്രക്കിംഗ് ആണ്. അത് നമ്മളെ ചാനലിൽ ഇതിൻ്റെ ഒരു മുഴുവനായിട്ടുള്ള വീഡിയോ നമ്മളെ ചാനലുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. അങ്ങനെ സൈലൻറ്റ് വാലിയുടെ മുഴുവനായിട്ടുള്ള കാഴ്ചകൾ, നിത്യഹരിത വനം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ഏരിയയാണ് സൈലൻറ്റ് വാലി. ഞാൻ വെല്ലുവിളിച്ച് പറയുകയാണ്, പാലക്കാട് ജില്ലയിലെ യാത്രാപ്രേമികളിൽ ചുരുക്കം പേര് മാത്രം കണ്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ സൈലൻറ്റ് വാലി. കാര്യം ഇങ്ങോട്ട് എത്തിപ്പെടാൻ കുറച്ച് റിസ്ക്കാണ്. ടിക്കറ്റ് മുൻകൂട്ടി ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്ത ശേഷം ഒരു 1.5 മണിക്കൂർ ട്രക്ക് ചെയ്തുകൊണ്ടാണ് സൈലൻറ്റ് വാലിയിലേക്ക് എത്തുന്നത്. തിരിച്ച് 1.5 മണിക്കൂർ
വേണ്ടി വരും. അപ്പം തന്നെ 3 മണിക്കൂർ പോകും. ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങളൊരു 8:30 മണിക്കെങ്കിലും മുക്കാലിയിൽ എത്തിയാൽ മാത്രമേ ഈ ഒരു അട്ടപ്പാടിയുടെ ഫുൾ പാക്കേജ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുള്ളൂ. അതായത് അട്ടപ്പാടിയിൽ കണ്ടിരിക്കേണ്ട മുഴുവൻ ഏരിയയും ഒരു സമയനഷ്ടം കൂടാതെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് എത്തണമെങ്കിൽ 8:30 മണിക്ക് മുക്കാലി എത്തണം. അപ്പോൾ ഇനി സൈലൻറ്റ് വാലിയിലെ കുറച്ച് വിഷ്വൽസ് മാത്രം ഞാൻ ഇവിടെ ഇടാം. നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും വെക്കുന്നുണ്ട്. പറഞ്ഞാൽ ഒരുപാട് അനുഭവമാണ് ഈ ഒരു ഓഫ് റോഡ് ഒന്ന്. പിന്നെ കുറച്ച് ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ 25 കിലോമീറ്റർ ഓഫ് റോഡ് കേട്ടോ. പൊള്ളിയാണ് ഓഫ് റോഡ്. ഒരു ഹെവി ഓഫ് റോഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചെറിയ ചെറിയ കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാം മഴക്കാലത്ത് വരുന്നുണ്ടെങ്കിൽ. പിന്നെ സൈലൻറ്റ് വാലിയിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു വാച്ച് ടവറാണ്. അപ്പോൾ ഈ വാച്ച് ടവറിൽ കയറി കഴിഞ്ഞാൽ അട്ടപ്പാടിയുടെ ഒരു ഏരിയൽ വ്യൂ 360 ഡിഗ്രിയിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അത് തന്നെയാണ് ഈ ഒരു സൈലൻറ്റ് വാലിയിലെ ഹൈലൈറ്റ്. നിത്യഹരിത വനഭൂമിക്ക് നടുവിലുള്ള ഈ ടവറിന് മുകളിൽ നിന്നുകൊണ്ട് ഭയങ്കരമായ കാറ്റ്. മാത്രമല്ല നമ്മൾ ഈ ഡ്രൈവർ പറഞ്ഞത് ഇവിടുത്തെ ഓക്സിജൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു. കാരണം ഒരാളും ഛർദ്ദിക്കുക പോലും ഇല്ല എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി തരാം എന്നുള്ളതാണ് നമ്മളെ ഡ്രൈവർ പറഞ്ഞത്. അപ്പോൾ ആ കാണുന്നതാണ് കേട്ടോ കുന്തിപ്പുഴ. അപ്പോൾ സൈലൻറ്റ് വാലി വന്നു കഴിഞ്ഞാൽ ഈ ഒരു വാച്ച് ടവറിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ശേഷം കാറ്റു രക്ഷയില്ല കേട്ടോ, കണ്ടില്ലേ? അപ്പോൾ ഇതെല്ലാം കണ്ട് നന്നായിട്ട് ഒന്ന് ഓക്സിജനൊക്കെ വലിച്ച്, നമുക്ക് എത്ര ഓക്സിജൻ നമുക്ക് വലിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റുമോ അത്രയും കയറ്റം ഉണ്ടാവും. ഞാൻ നിങ്ങളോട് അതാ പറയുക, കാരണം അത്രയും ക്വാളിറ്റിയാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കുന്തിപ്പുഴൻ്റെ ഉത്ഭവ സ്ഥാനത്തേക്ക് ഒരു ട്രക്കിംഗ് ഉണ്ട്, നടന്നു പോകാം. ഏകദേശം 1.5 കിലോമീറ്റർ നാച്ചർ വാക്ക്. കുറച്ച് ഹെവിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ട് പോകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം തിരിച്ചു വരാൻ കുറച്ച് റിസ്ക്കാണ്. അങ്ങനെ ഞങ്ങളങ്ങനെ നടന്ന് ഇപ്പോൾ പോയിട്ടിരിക്കുന്നത് കുന്തിപ്പുഴയിലേക്കാണ്. അപ്പോൾ കുന്തിപ്പുഴൻ്റെ ഉത്ഭവസ്ഥാനം കണ്ടില്ലേ, ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു വെള്ളമാണ് ഇത്. ഇവിടെയാണ് കേട്ടോ ശരിക്ക് ഡാം വരികയാണ്, അതുപോലെ ജലവൈദ്യുത പദ്ധതി വരികയാണെന്നൊക്കെ പറഞ്ഞ് പണ്ട് ഒരു 10-20 കൊല്ലം മുമ്പ് പ്രശ്നങ്ങളും സമരങ്ങളൊക്കെ ഉണ്ടായ സ്ഥലമാണ്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സൈലൻറ്റ് വാലി ഇല്ലായിരുന്നു പോലും. ഓക്കെ, അപ്പോൾ സൈലൻറ്റ് വാലി നാഷണൽ പാർക്കിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നേരെ പോകേണ്ട സ്ഥലം എന്ന് പറയുന്നത് അട്ടപ്പാടിയിലെ മറ്റൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള നരസിമുക്കാണ്. ഇവിടുത്തെ കാറ്റാണ് കാറ്റ് എന്നുള്ള പാട്ട് കേട്ടില്ലേ, അത് ശരിക്കും ഇവിടെയാണ്. അത്രയും കാറ്റാണ് ഇവിടെ. അപ്പോൾ നരസിമുക്കിലേക്ക് നിങ്ങൾ വരുന്നത് നേരെ അഗളിയിൽ വരിക. അഗളിയിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു ഭയങ്കര കയറ്റുണ്ട്. ആ കയറ്റം കയറിയിട്ടാണ് ഈ നരസിമുക്കിൽ എത്തുന്നത്. കാറ്റ് കണ്ടില്ലേ. ഇനി ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? ഇതാരും പിടിച്ച് കുലുക്കണമെന്നല്ല. നിങ്ങൾക്ക് തോന്നും ഇത് 4 ആൾ പിടിച്ച് കുലുക്കുന്നതാണെന്ന്. അപ്പോൾ ഈ കാറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്, നോക്കിക്കേ, കണ്ടോ? ഇത്രയും കാറ്റാണ്, കണ്ടോ? അപ്പോൾ മാത്രമല്ല ഇതൊരു മേടൂടെ കേട്ടോ ഈ നരസിമുക്ക് എന്ന് പറയുന്നത്. അത് നരസിമുക്ക് പോകാത്തവർ ചുരുക്കമായിരിക്കും. അട്ടപ്പാടി ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്തായാലും നരസിമുക്ക് പോയിട്ടുണ്ടാവും. നരസിമുക്കിനോട് ചേർന്ന് നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം. നിങ്ങൾ അയ്യപ്പനും കോശിയും സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. പൃഥ്വിരാജിൻ്റെ ഫോർച്യൂണർ നിർത്തിയ സ്ഥലത്താണ് നമ്മളുടെ ബലോന നിർത്തിയിട്ടുള്ളത്. ഇതാണ് ബിജു മേനോൻ്റെ വീട് കേട്ടോ, ഈ കാണുന്നത്. ഇതൊക്കെ ഇപ്പോൾ പൊളിച്ച് കിടക്കുകയാണ്, കണ്ടോ? പിന്നെ ആ വിൻമില്ല്, അതിൻ്റെ തൊട്ട് പിന്നെ തന്നെ വിൻമില്ലുണ്ട്. ബിജു മേനോൻ്റെ വീട്, അതുപോലെ പുള്ളിയുടെ ബൈക്ക്, ആ ബുള്ളറ്റ് നിർത്തിയ സ്ഥലമാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അതൊക്കെ കണ്ട ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ വിൻമില്ല് നേരിട്ട് കാണാത്ത പലരും ഉണ്ടാവും. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ജസ്റ്റ് മേലേക്കൊന്ന് കയറി കഴിഞ്ഞാൽ വിൻമില്ല് കാണാനായിട്ട് പറ്റും. പൃഥ്വിരാജിൻ്റെ വീട്, ബിജു മേനോൻ്റെ വീട് എന്ന സ്ഥലം അതൊക്കെ പൊളിച്ചിട്ടുണ്ട്. ഈ വിഷ്വൽസൊക്കെ പഴയ വിഷ്വൽസ് കേട്ടോ. ഞാൻ 2 കൊല്ലം മുമ്പ് എടുത്ത വീഡിയോ ആണ് ഈ കാണുന്നത്. അപ്പോൾ അങ്ങനെ വിൻമില്ലിൻ്റെ അടുത്തേക്ക് വന്നു. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വന്നിട്ടോ. കുറച്ച് ഭീകരമാണ്. വീഡിയോ കാണുമ്പോൾ വളരെ കുറച്ച് ചെറുതായി തോന്നുമെങ്കിലും ആ ലീഫൊക്കെ ഭയങ്കര വലുതാണ്. അപ്പോൾ അങ്ങനെ കണ്ടോ ഈ വിൻമില്ലിൻ്റെ ഒരു ഭീകരത കണ്ടോ. അങ്ങനെ വിൻമില്ലിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഇനി പോകേണ്ടതാണ് അട്ടപ്പാടിയുടെ മറ്റൊരു മറി എന്നൊക്കെ പറയുന്ന സ്ഥലം, മറ്റൊരു ഹൈലൈറ്റ് ആയുള്ള സ്ഥലം ഷോളയൂർ വഴി ആനക്കട്ടിയിലേക്ക് നല്ലൊരു ഡ്രൈവ്. വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് കൂടി എന്ന് അറിയാം. അങ്ങനെ നമ്മളെന്തായാലും പോവുകയാണ്, ആനക്കട്ടിയിലേക്ക് പോവാണ് ഷോളയൂർ വഴി. അപ്പോഴും ഈ വിൻമില്ലൊക്കെ കാണാം. തമിഴ്നാടിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് നല്ല ഒരു തമിഴ്നാടിൻ്റെ ഒരു മനോഹാരിത കണ്ടുകൊണ്ട് പോകാം. ഈ കാണുന്നത് അയ്യപ്പനും കോശിയും സിനിമയിലെ പോലീസ് സ്റ്റേഷനാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ മതിലൊക്കെ കണ്ടോ, ഫുള്ള് പ്ലാസ്റ്റർ പാരീസാണ്. നമ്മൾ ഒറിജിനലായിട്ട് കാണുമ്പോൾ പഴയ പൂപ്പൽ പിടിച്ചൊരു മതിലിന് സമാനമായിട്ടൊക്കെ തോന്നുക. പോസ്റ്ററൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ പോലീസ് സ്റ്റേഷൻ കേട്ടോ. അയ്യപ്പനും കോശിയും സിനിമ കാണാത്തവരാരും ഉണ്ടാവില്ലല്ലോ. കണ്ടോ, അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്ന സ്റ്റെപ്പൊക്കെ കണ്ടോ, ഫുള്ളും മരം കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു വഴിയിലൂടെ നമ്മൾ നേരെ
ഷോളയൂർ വഴി ആനക്കട്ടിയിലേക്ക് പോവുകയാണ്. അപ്പം ആനക്കട്ടി കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വിൻമില്ലൊക്കെ സൈഡിലൂടെയൊക്കെ കാണാം കേട്ടോ. നല്ലൊരു മനോഹരമായ റൈഡ് നിങ്ങൾക്ക് എന്തായാലും ഈ റൂട്ടിലൂടെ കിട്ടും. അങ്ങനെ നമ്മൾ ആനക്കട്ടിയിലേക്ക് പ്രവേശിച്ച് വേണമെങ്കിൽ തമിഴ്നാട് പോയിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് തിരിച്ച് വീണ്ടും കേരളത്തിലേക്ക് തന്നെ വരണം. കേരളത്തിലേക്ക് തന്നെ ഈ ഒരു റോഡ് കണ്ടോ, ഈ റോഡ് നമ്മൾ ആനക്കട്ടിയിലേക്ക് എത്തിയിട്ടില്ല. ആനക്കട്ടിയിലേക്ക് എത്തുമ്പോൾ നല്ല, അതായത് ചിന്നാറിലൂടെ പോകുന്നത് പോലെ തന്നെ ആയിരിക്കും നമുക്ക് ആ ഒരു ഫീൽ കിട്ടുക. അങ്ങനെ അതേ നമ്മൾ ആനക്കട്ടിയിലേക്ക് പ്രവേശിച്ചു. ആനക്കട്ടിയിൽ നിന്ന് ഈ ഒരു ബാരിക്കേഡ് കഴിഞ്ഞാൽ, ഈ ബോർഡർ കഴിഞ്ഞാൽ നേരെ നമ്മൾ തമിഴ്നാട്ടിലെത്തി. തമിഴ്നാട്ടിൽ നിന്ന് ഒരു ചായ കുടിച്ച് തിരിച്ച് വീണ്ടും കേരളത്തിലേക്ക് തന്നെ വരിക. കേരളത്തിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം സമയം ഒരു 4 മണി ഒക്കെ ആയിരിക്കും. നിങ്ങൾ കറക്റ്റ് റൂട്ടിലൂടെയാണ് പോകുന്നതെങ്കിൽ 4 മണിയായിരിക്കും. തിരിച്ച് കേരളത്തിലേക്ക് തന്നെ വന്ന ശേഷം താവളത്തിലേക്ക് വരണം. അങ്ങനെ ആനക്കട്ടിയിൽ നിന്ന് നമ്മൾ തിരിച്ച് മണ്ണാർക്കാട് റോഡിലൂടെ മണ്ണാർക്കാടിലേക്ക് തിരിച്ചു വരുന്ന റോഡിലൂടെ താവളം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരുന്നു. താവളം എന്ന് പറഞ്ഞാൽ അട്ടപ്പാടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ടൂറിസ്റ്റ് ഹബ്ബാണ്. അവിടെ നിന്ന് തന്നെയാണ് കാട്ടിമലയിലേക്ക് തിരുന്നത്. നിങ്ങൾ വീഡിയോയുടെ ആദ്യം കണ്ട ആ സ്ഥലം കേട്ടോ. അപ്പോൾ താവളത്ത് വന്നു. താവളത്ത് നിന്ന് മുള്ളി റോഡിലേക്ക് തിരിയുന്നു. ഒരു 2 കിലോമീറ്റർ മാത്രം പോയി കഴിഞ്ഞാൽ അബ്ബന്നൂർ വ്യൂ പോയിന്റിലെത്തും. എൻ്റെ മോനെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ അട്ടപ്പാടിയുടെ ഹൈ എൻഡ് വ്യൂ കാണാൻ പറ്റിയ ഒരു സ്ഥലം കേട്ടോ ഈ അബ്ബന്നൂർ വ്യൂ പോയിന്റ്. വളരെ സൂക്ഷിച്ച് വേണം ഇങ്ങോട്ട് പോകാനായിട്ട് എന്ന് ഞാൻ പ്രത്യേകം പറയുന്നു. അപ്പം അവിടുന്ന് പാടവയൽ വഴി നേരെ നോക്കി വെച്ചോ, പാടവയൽ വഴി അബ്ബന്നൂർ വരിക. അബ്ബന്നൂർ വ്യൂ പോയിന്റിൻ്റെ ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഭംഗിയാണ് ഈ അബ്ബന്നൂർ വ്യൂ പോയിന്റ്. ഒരു ഡേഞ്ചറാണ്, നോക്കിയും കണ്ടൊക്കെ അവിടെ നിൽക്കണം എന്ന് മാത്രം. ഒരു അരമണിക്കൂർ കൂടുതൽ അവിടെ സുഖമായിട്ട് നിങ്ങൾക്ക് ചിലവഴിക്കാനായിട്ട് പറ്റും. അങ്ങനെ അബ്ബന്നൂർ വ്യൂ പോയിന്റ് കണ്ട് നേരെ തിരിച്ച് വീണ്ടും നിങ്ങൾ മുള്ളി റോഡിലേക്ക് വരുന്നു. മുള്ളി റോഡിൽ നിന്ന് നേരെ ഒരു ഭൂലോക കിടിലൻ റൈഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന, പാലക്കാട് ജില്ലയിലെ ഏറ്റവും നല്ല ഒരു ഹിൽ സ്റ്റേഷനിലൂടെയുള്ള റോഡ് എന്ന് പറയാൻ പറ്റുന്ന ഒരു റോഡാണ് ഈ മുള്ളി ഊട്ടി റോഡ്. അപ്പോൾ അവിടുന്ന് ഈ മുള്ളി വരെ നിങ്ങൾക്ക് ബൈക്കാച്ച പൊളിയായിരിക്കും കേട്ടോ. ബൈക്കിൽ റൈഡ് ചെയ്ത് നിങ്ങൾക്ക് മുള്ളി വരെ പോകാം. ഈ മുള്ളിയുടെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട് ബോർഡറാണ്. അവിടുന്ന് അങ്ങോട്ട് തമിഴ്നാടാണ്. നിർഭാഗ്യവശാൽ അങ്ങോട്ട് കടത്തി വിടില്ല, ഊട്ടിയിലേക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ അവിടുന്ന് നിങ്ങൾ വീണ്ടും തിരിച്ചു വരുന്നു. തിരിച്ചു വന്ന ശേഷമാണ് നിങ്ങൾ ആദ്യം കണ്ട ഈ വീഡിയോൻ്റെ ആദ്യം കണ്ട കാട്ടിമലയിലേക്ക് പോകുന്നത്. അത് താവളത്തു നിന്ന് റൈറ്റിലേക്ക് പോവുക. വലതുവശത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 5 കിലോമീറ്ററോളം ചെന്ന് കഴിഞ്ഞാൽ കാട്ടിമലയിൽ എത്താൻ പറ്റും. നിങ്ങൾക്ക് ഞാനിതിൽ റൂട്ട് മാപ്പ് വെക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പല വീഡിയോസിൽ ക്രോഡീകരിച്ച് ചെയ്ത ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്ന് ചോദിക്കേണ്ടി വരും കാട്ടിമല. അങ്ങനെ കാട്ടിമല കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വീഡിയോയിൽ ഫസ്റ്റ് പറഞ്ഞ പോലെ വാഗമണ്ണോ അല്ലെങ്കിൽ മൂന്നാറോ അല്ലെങ്കിൽ തേക്കടിയല്ല മറ്റേ രാമക്കൽമേട് പോലെയൊക്കെ ഉള്ള ഒരു നല്ല ഒരു ക്ലൈമറ്റ് ആസ്വദിച്ച് നിങ്ങൾക്ക് വീണ്ടും തിരിച്ച് താവളത്ത് തന്നെ വരാനായിട്ട് പറ്റും. താവളത്തുനിന്ന് വീണ്ടും ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്ത് നേരെ തിരിച്ച് മണ്ണാർക്കാട്ടിലേക്ക് ഇറങ്ങാനായിട്ട് പറ്റും. മണ്ണാർക്കാട്ടിൽ ഇതേപോലെ പോവുകയാണെങ്കിൽ ഏകദേശം ഒരു 8:30 മണിക്ക് നിങ്ങൾക്ക് മണ്ണാർക്കാട് ടൗണിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടുതലായി എന്ന് നല്ലവണ്ണം അറിയാം. പക്ഷേ ഈ ഒരു അട്ടപ്പാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയുണ്ടല്ലോ അതിനേക്കാളും ഉണ്ട് ഈ അട്ടപ്പാടി. പാലക്കാട് ജില്ലയിലെ ചെറിയൊരു സ്ഥലമാണ് അട്ടപ്പാടി. അത് ആലപ്പുഴ ജില്ലയേക്കാളും ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ എത്ര വലുതാണ് അട്ടപ്പാടി എന്നുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ടിൽ ദെൻ ബൈ.